വീഡിയോ കണ്ടല്ലോ അല്ലെ, തന്തയില്ലാത്തരം എന്നല്ല, തന്തകളില്ലാത്തരം എന്ന് വേണം ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള പോസ്റ്റ് ഇടുന്നവന്മാരെ വിളിക്കാൻ. അല്ലെങ്കിൽ ഈ നായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജന്മഭൂതം പാകിസ്ഥാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ചോദ്യം ചോദിക്കുമ്പോൾ തള്ളക്ക് വിളിക്കാനും തന്തക്ക് വിളിക്കാനും കേസ് കൊടുക്കാനും മാത്രം അറിയാം കുറേ ഒരു വിഭാഗക്കാർ. വേറെ ഒന്നുമില്ല, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടി ഫണ്ട് കൊടുക്കുന്നതിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. അതിൽ മുഖഭാഗവും ഫണ്ട് കൊടുക്കുന്നത് നമ്മുടെ കാശ്മീർ ഭാഗത്തേക്കാണ്, നമ്മുടെ ബോർഡർ ഏരിയയിലേക്കാണ് മുഖഭാഗവും ഫണ്ട് കൊടുക്കുന്നത്. അതിലാണ് 28ഓളം വരുന്ന ഒന്നും അറിയാൻ പാടില്ലാത്ത പാവങ്ങളെ മതം ചോദിച്ചും ജാതി ചോദിച്ചും വേർതിരിച്ച് കൊന്ന് തള്ളിയത്. അവർ ഭീകരമായ കുറേ എന്താ പറയുക നാറിയ മക്കൾ വന്നിട്ട് ഈ പറഞ്ഞ പോലെ തീവ്രവാദികൾ വന്ന് കൊന്നില്ലാണ്ടാക്കിയത്. ഇതിനെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ കുറേ RSSകാരും കുറേ BJPക്കാരും എവിടെ നിന്നോ പൊട്ടിയൊലിച്ചിട്ട് വന്ന് ഹിന്ദു മുസ്ലിം കമന്റ് ബോക്സിൽ ഒന്ന് ഹിന്ദു മുസ്ലിം ഇത് പറയാന്നല്ലാണ്ട് വേറെ ഒന്നും തന്നെ അറിയാൻ പാടില്ല. ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഒന്നല്ലെങ്കിൽ കുറേ നാറികൾ വന്നിട്ട് കേസും അല്ലെങ്കിൽ തള്ളക്കുലിയും കേസും തെറിവറിയും ഇതല്ലാണ്ട് വരെ ഇടയിൽ നട്ടലുള്ള ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം അറിയാൻ പാടില്ല, നീ വാ മൂടിയിരിക്കുക, അത് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതവനെ പോലെ നമ്മൾ ആദ്യം കാണിച്ച പോലെ വായിട്ടിട്ട് ഇങ്ങനെ തെറി പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന് മാത്രം അറിയാവും, അല്ലാണ്ട് എന്തൂട്ടാടെ അറിയാവുന്ന. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന ഒരു സ്ഥലം നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുക്കാഭാഗവും ക്യാഷ് കൊടുക്കുന്ന സ്ഥലമാണ് കാശ്മീർ. അവിടെ ഭീകരർ വന്നിട്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത കുറച്ച് സാധാരണക്കാരായ പാവപ്പെട്ട ഒരു മതവും ഇത് വെച്ചിട്ട് കുറേ നാറികൾ വന്ന് കൊന്നു തള്ളിയിട്ട് ഇപ്പോൾ ഇതിനേക്ക് 10, 12, 13 ദിവസത്തിന്റെ മേളിലായി ഒരു പൈൽമടങ്ങളുടെ ഇടയിലേക്ക് പോയിട്ട് ഇന്നേ വരെ അവരെ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിലും വലിയ നാണക്കേട്. അത് ചോദ്യം ചെയ്യുമ്പോൾ വന്നിട്ട് ഹിന്ദു മുസ്ലിം എന്ന് പറയും. ആ കമന്റ് ബോക്സിൽ തന്നെ ഹിന്ദു മുസ്ലിം അങ്ങനെ തരം തിരിച്ച് കാണും. അവിടെ ഭീകരവാദം ഒരു തമ്മി തല്ലിക്ക് ഉണ്ടാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദ്യം നട്ടലോളം ചോദിക്കും. അതങ്ങനെയാണ്. അതില്ലാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ല.